ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും നൽകിയ ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകും. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ ആധാർ കാർഡ്, വോട്ടർ കാർഡ്, റേഷൻ കാർഡ് എന്നിവ പരിഗണിക്കുന്നത് പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലും കമ്മീഷൻ മറുപടി നൽകും. വിവരങ്ങളുമായി നന്ദഗോപനുണ്ട്. നന്ദൻ, വിശദാംശങ്ങൾ. രാഖി, ബീഹാർ വോട്ടർ പട്ടിക സംബന്ധിച്ച് അല്ലെങ്കിൽ ബീഹാർ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി അത് സുതാര്യമല്ലെന്ന് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ തന്നെ ഈ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 11 രേഖകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 11 രേഖകൾക്ക് അപ്പുറത്തേക്ക് റേഷൻ കാർഡോ ആധാർ കാർഡോ അതല്ലാന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ഐഡിയോ ഈ ഇത്തരമൊരു രേഖയായി കണക്ക് കൂട്ടിക്കൂടെ എന്നുള്ളതായിരുന്നു പ്രധാനമായും കോടതി ചോദിച്ചത്. അതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഫയൽ ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു രേഖ അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇപ്പോൾ പുതുതായി വരുന്ന ആധാർ കാർഡുകളിൽ കൃത്യമായി അടിക്കുന്നുണ്ട് ഇത് സിറ്റിസൺഷിപ്പിന് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖകളല്ല എന്നുള്ളത് പുതിയ ആധാർ കാർഡുകൾ വരെ അച്ചടിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സിറ്റിസൺഷിപ്പ് തെളിയിക്കുവാനോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കാൻ പോകുന്നത്. അതേസമയം തന്നെ വോട്ടേഴ്സ് ഐഡിയോ അതല്ലാന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി തന്നെ ഇത്തരം ഒരു പ്രധാന രേഖയായി അല്ലെങ്കിൽ ഇതിനൊരു ആധികാരിക രേഖയായി കണക്കാക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു പക്ഷേ കോടതിയിൽ അംഗീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും റേഷൻ കാർഡ് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഏത് രേഖകൾ ഈ 11 രേഖകൾക്കപ്പുറം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച ഈ 11 രേഖകളിൽ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഉണ്ട്. ഇത് കൂടാതെ ഈ 11 രേഖകൾക്കപ്പുറം ഇതിൽ ഏതെങ്കിലും 3 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ ആധികാരികമായ രേഖയായി കണക്ക് കൂട്ടുമോ എന്നുള്ളത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും അഡീഷണലായ ഒരു രേഖ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ വോട്ടർ പട്ടികയിലേക്ക് കൂടുതൽ ആൾക്കാർ സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ അല്ലെങ്കിൽ തീവ്ര പരിഷ്കരണം നടത്തിയതിലൂടെ 35 ലക്ഷത്തിലധികം വോട്ടുകളാണ് അനധികൃതം എന്നുള്ളത് കണ്ടെത്തിയത്. അതിൽ 12.5 ലക്ഷം വോട്ടുകൾ മരണപ്പെട്ടവരുടെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇരട്ടിപ്പുള്ള വോട്ടുകൾ ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇത്തരമൊരു സാഹചര്യത്തിൽ 2003 ഏറ്റവും ഒടുവിൽ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ് എന്നുള്ള വാർത്തയാണ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്.